ഭാരവാഹികളാണ്. അപ്പോൾ പ്രശസ്തമായ ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ കലാസന്ധ്യ പ്രോഗ്രാം അരങ്ങേറുന്നത്. അപ്പോൾ കലാസന്ധ്യയുടെ രക്ഷാധികാരിയാണ് ശ്രീ ഹരിഗോവിന്ദ്. അതുപോലെ പ്രസിഡന്റ് സതീശൻ, കോർഡിനേറ്റേഴ്സ് നന്ദകുമാർ, ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട്, അതുപോലെ ഭാരവാഹികളായ സന്ധ്യ, ദിലീഷ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെയും അതുപോലെ തന്നെ കലാകാരികളുടെയും സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്ന കലാകാരന്മാർ വരെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 23, 24, 25, 26 ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസമായ 23-ാം തീയതി ശ്രീ പൂമുള്ളി നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയാണ്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായ സുരേഷ് ബാബു, അതുപോലെ വാർഡ് മെമ്പർ സജീഷ് കളത്തിലും ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തിച്ചേരുന്നതാണ്. അതുപോലെ 24-ാം തീയതി ചലച്ചിത്ര ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ് സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നേരം 7 മണി മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ അരങ്ങേറുന്നത്. ഏകദേശം 60ഓളം പരിപാടികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് സമയപരിമിതി ഉള്ളത് കാരണം കുറച്ച് പരിപാടികൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി പരിപാടികൾ 23 മുതൽ 26 വരെ നമ്മൾ ക്രമമായി വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായി നടത്തുന്ന പരിപാടി ആയതുകൊണ്ടും ഞങ്ങൾക്ക് ഇതിലും നന്നായിട്ട് വരും വർഷങ്ങളിൽ കലാസന്ധ്യ മികച്ച രീതിയിൽ നടത്തുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഈ വർഷം കലാസന്ധ്യ 2026 ഈ നാട്ടിലെ ഓരോ ജനങ്ങളെയും ഓരോരുത്തരെയും ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നടക്കുന്ന നൃത്തസന്ധ്യ